പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഹൃദയം ഒരു നിക്ഷേപ പാത്രമാണ്. നമ്മളെല്ലാം നിക്ഷേപിക്കുന്നത് ഹൃദയത്തിലാണ്, നന്മയായാലും തിന്മയായാലും എല്ലാം. യേശു ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു ഉപമയിൽ, 6-ാം അധ്യായത്തിലെ ഒരു ഉപമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലത്തിലൂടെയാണ്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മകൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഹൃദയ നിക്ഷേപമാണ്, നിക്ഷേപപാത്രമാണെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. മറിയത്തിൻ്റെ ഹൃദയത്തിലെ ഫലം, യേശു നല്ല ഒരു ഫലമായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഫലമായിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മളത് തന്നെയാണ് നമ്മൾ ചൊല്ലുന്നത്. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ. അപ്പോൾ മറിയത്തിൻ്റെ ഉദരഫലമായ ഈശോ നന്മയായിരുന്നു. മറിയത്തിൻ്റെ ഹൃദയം ഉത്കൃഷ്ടമായ ഹൃദയമായിരുന്നു. വിധക്കാരൻ്റെ ഉപമ വായിച്ചാൽ നമുക്കത് വ്യക്തമാകും. വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് 100% ഫലം പുറപ്പെടുവിച്ച വ്യക്തി പരിശുദ്ധ കന്യകാമറിയം മാത്രമാണ്. നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചാലും നമ്മുടെ ഹൃദയത്തിലെ ആ വിളനിലത്തിന് 60-30 മേനിയൊക്കെ നൽകാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും പാപമില്ലാത്ത, ഉത്ഭവപാപമില്ലാത്ത, ജന്മപാപമില്ലാത്ത പരിശുദ്ധ കന്യകാമറിയമാണ് ദൈവവചനത്തെ മാംസം ധരിപ്പിച്ചത്. അപ്പോൾ മറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നല്ല നിക്ഷേപങ്ങൾ കാണാൻ സാധിക്കും, ദൈവവചനം കാണാനായിട്ട് സാധിക്കും, ഈശോയെ കാണാനായിട്ട് സാധിക്കും. വേറെ ഒന്നും മറിയത്തിൻ്റെ ഹൃദയത്തിലില്ല. അവിടെ പാപമോ കളങ്കമോ തിന്മയോ ഒന്നുമില്ല. സങ്കീർത്തകൻ 119 പറയുന്നുണ്ട്, 11-ാമത്തെ തിരുവചനം, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു പാഠമാണ്. നമ്മുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ തോത് കുറയ്ക്കണമെങ്കിൽ വചനം നമ്മൾ സ്വീകരിച്ചാൽ മതി. ഇത് മറിയം ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പാപമില്ലാത്തതായിട്ട് മറിയത്തിന് ജീവിക്കുവാൻ സാധിച്ചതിൻ്റെ കാരണം അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവവചനമാണ്. ആ ദൈവവചനത്തെ മാംസം ധരിപ്പിച്ച് ഫലമുള്ളതാക്കി, നന്മയുള്ളതാക്കി മാറ്റി ലോകത്തിന് നൽകുകയാണ് മറിയം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറിയത്തിൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാറുണ്ട് നമ്മളെ തന്നെ. നമ്മൾ മറിയത്തിൻ്റെ ഹൃദയത്തിന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് യേശുവിന് തന്നെയാണ്. കാരണം മറിയത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് യേശുവാണ്, അവിടെ വേറെ ഒന്നുമില്ല. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച്, നമ്മുടെ നിക്ഷേപപാത്രത്തെക്കുറിച്ച് വിലയിരുത്തുവാൻ, വിചിന്തനം ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ്. മറിയത്തിൻ്റെ ഹൃദയവുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഹൃദയം അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നമ്മളെ തന്നെ മറിയത്തിൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും കളങ്കങ്ങളും തിന്മകളും എല്ലാം മറിയം എടുത്തു മാറ്റിയിട്ട് നിർമ്മലമായ ഒരു ഹൃദയമാണ് തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയ്ക്ക് മറിയം സമ്മാനിക്കുന്നത്. നമുക്ക് ആത്മശോധന ചെയ്യാം. ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. നമുക്കൊരുമിച്ച് പാടാം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ